ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പച്ചക്കായ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിൻ്റെ മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത നേന്ത്രക്കായ നോക്കിയെടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഞാനിവിടെ ഒരു നേന്ത്രക്കായാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേന്ത്രക്കായൻ്റെ എണ്ണം കൂട്ടാം. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ രണ്ട് എൻസും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിലൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെരിച്ചിട്ടും കട്ട് ചെയ്യാം. ഓരോരുത്തരുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടി അതുപോലെ മുറിച്ചെടുക്കാം. ഞാനിതിവിടെ ഒരു മീഡിയം സൈസ്ഡ് ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി മുറിച്ച് വെച്ച നേന്ത്രക്കായ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച നേന്ത്രക്കായൊക്കെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നേന്ത്രക്കായ്ക്ക് ഒരു കറ ഉണ്ടാവില്ലേ, അത് കളഞ്ഞു കിട്ടാനും പിന്നെ നേന്ത്രക്കായ്ക്ക് ഒരു കറുപ്പ് നിറം വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ നേന്ത്രക്കായ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമ്മൾ ഈ നേന്ത്രക്കായ ആവിയിലാട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ ആദ്യം തന്നെ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ നേന്ത്രക്കായൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിനി ഒരു കത്തി വെച്ചിട്ടോ ഫോക്ക് വെച്ചിട്ടോ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണയാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്, എന്നാലിട്ട് ഉടഞ്ഞിട്ടുമില്ല. ഈ നേന്ത്രക്കായൊക്കെ തണഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് അഥവാ ഇതിൻ്റെ തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ തൊലി എടുത്ത് മാറ്റാം. ഞാനിവിടെ തൊലിയോടൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അടുത്തത് ഈ ചൂടായ ഓയിലിലേക്ക് ഞാനൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ച് കൊടുക്കുക. പച്ചമുളകിൻ്റെ കറിവേപ്പിലയുടെ കളർ ഒന്ന് ചേഞ്ചായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ്ഡ് സവാള വളരെ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. എന്നാൽ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, നമുക്കിതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇപ്പം ഏകദേശം നമ്മളെ സവാളയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ശരിക്കും നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നമുക്ക് തക്കാളി ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ലൂസായിട്ടാണോ കറി വേണ്ടിയത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചോറിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് നേന്ത്രക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക.
ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മിനിറ്റ് നേരത്തേക്ക് വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ സ്റ്റെപ്പ് ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുത്താലും മതി. വീണ്ടും നമുക്കിത് ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വീണ്ടും നമുക്കൊരു 3 മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളെ ഗ്രേവിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് കുറച്ച് മല്ലിയില വളരെ ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മല്ലിയില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കളയാം. എന്നിട്ടിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കിയ നല്ല ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.